ഹലോ, ആമസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ടോ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് സുഖമില്ലായിരുന്നോ, അതുകൊണ്ടാണ് ഒന്നും ഇടായിരുന്നത്. ഇപ്പം 5:30-6 മണിയാകുന്നേ ഉള്ളൂ. ഇപ്പോഴും പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. അക്കൗണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇഞ്ചക്ഷൻ അടിക്കണം. അപ്പോൾ രാവിലത്തെ ഡോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. 6 മണിയാകുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഇരുടാട്ടോ 6 മണിയാണെങ്കിലും. അമ്പിളിമാമൻ അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് തന്നെ കുറേ പേര് ജോഗിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. റോഡിന് ഇരുവശത്തും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്താനായിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അഡ്മിറ്റായ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു, 2-3 സിസ്റ്റർമാരുണ്ട്, പിന്നെ ഫാർമസിയിൽ 2 ചേച്ചിമാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇഞ്ചക്ഷനൊക്കെ വെച്ചു, ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് നല്ല നേരം വെളുത്തു, നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ഒരാൾ ഉറക്കത്തുനിന്ന് കണ്ണും തിരുമ്മി എണീക്കുന്ന ഭാവമാട്ടോ ഈ കാണുന്നത്. ഇതാരപ്പം ഇവർ രാവിലെ എവിടെയാണ് പോയിട്ട് വരുന്നതെന്നുള്ള മട്ടില്ലാന്ന് ഒരാൾ നോക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മ ചായയും കടിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറിയായിരുന്നു. അപ്പോൾ ഓരോരുത്തർ പണി നോക്കുവാണ്. എൻ്റെ കൈക്ക് ഇങ്ങനെ സംഭവം ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പെങ്ങളുള്ളത് കൊണ്ട് അമ്മയ്ക്കൊരു ഹെൽപ്പാണ്. അങ്ങനെ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും ചിക്കനും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏട്ടൻ ഇന്ന് നാടൻ കോഴിയാട്ടോ കൊണ്ടുവന്നത്. അതൊക്കെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വറുത്തരച്ച് വെക്കാനുള്ള പരിപാടിയാണ്. അമ്മ തേങ്ങയൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറീൻ്റെ പരിപാടിയിലോട്ട് പോവാം. നാടൻ കോഴി അങ്ങനെ വാങ്ങലില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും വാങ്ങിയാലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേവുള്ളത് കൊണ്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ വറുത്തരച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പകുതി മുക്കാൽ വെന്തു. ഇനി അതിന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കടുകെല്ലാം ഇട്ട് കുറച്ച് നമ്മുടെ മസാല ഐറ്റംസൊക്കെ ചേർത്തിട്ട് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും റെഡിയായി. അതിൻ്റെ കൂടെ ചീരത്തോരനും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടുക്കള ചീര എന്നൊക്കെ പറയുന്ന ചീരയില്ലേ, ഇതൊക്കെ ഈ ചീര, അതുകൊണ്ട് തോരനും ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും നെയ്ച്ചോറും ചീരത്തോരനും കേട്ടോ ഇന്ന് ഉച്ചയ്ക്കുണ്ടായിരുന്നേ. ആദ്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 കൊടുത്തിട്ടുണ്ട്. കാശും അമ്മയും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളും കഴിച്ചു കേട്ടോ. ഞാൻ ചീര എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോവിലിലേക്ക് പോവാം കേട്ടോ. ഞാൻ വീഡിയോയിലൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. കോവിൽ ഞങ്ങൾ വീടിനോട് ചേർന്ന് നമ്മുടെ വീട്ടിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ കോവിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും. അവിടെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ കൂടാതെ ഗുളികനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വിളക്ക് വെക്കുന്നത് ഞങ്ങളുടെ നാരായണൻ എന്ന് പറയുന്നൊരു മൂത്തച്ഛനാണ് കേട്ടോ. എല്ലാ ദിവസവും വിളക്ക് വെക്കും കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ശംഖ് വിളിക്കാനായി. കോവിലൊക്കെ പോയി വന്നിട്ട് പിന്നെ വൈകുന്നേരം ഇഞ്ചക്ഷൻ വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ വൈകുന്നേരം പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചു നേരെ വീട്ടിലേക്ക് വന്നു. അതിന് ശേഷം ചായയും മിച്ചറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേകമുള്ള ദിവസമാണ്. ഇന്ന് പെങ്ങളുടെ പിറന്നാളായിരുന്നു. അപ്പോഴത്തേക്കും ഏട്ടനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെറിയ മട്ടിൽ അവളുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. കേക്കൊക്കെ മുറിച്ചു. പിന്നെ ഒരു ഭക്ഷണമൊക്കെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആഘോഷിച്ചു. ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബിരിയാണിയും പായസമൊക്കെ വെച്ചു. അങ്ങനെ ചെറിയൊരു പിറന്നാളാഘോഷവും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.